കുഞ്ഞിന് 6 മാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് 6 മാസം തുടങ്ങുമ്പോഴാണ് എക്സ്റ്റേണൽ ഫുഡ് കൊടുത്തു തുടങ്ങുക എന്നുള്ളത് എല്ലാ ന്യൂ മോംസിൻ്റെയും സംശയമായിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഡോക്ടറോട് ചോദിച്ചു. 6 മാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് കുഞ്ഞിന് എക്സ്റ്റേണൽ ഫുഡ് കൊടുത്തു തുടങ്ങേണ്ടതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എന്നെപ്പോലുള്ള കുഞ്ഞിന് പാൽ തികയാത്ത അമ്മമാർക്ക് 4.5 മാസം മുതൽ ഒരു നേരം കുറുക്ക് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് ഞാൻ 5 മാസം ആയ സമയം തൊട്ട് ഈ ഒരു നേരം കുറുക്ക് കൊടുക്കുന്നുണ്ട്. റാഗിയുടെ കുറുക്കാണ് കൊടുക്കുന്നത്. റാഗി മേടിച്ച് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കും. ഇതിൻ്റെ ഉമിയൊന്നും വരാത്ത രീതിയിലായിരുന്നു അരിച്ചെടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അത് ഗ്യാസിൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കും. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരുന്നത്. കാരണം പാലല്ലാതെ വേറൊരു ഫുഡ് ആദ്യമായിട്ട് ചെല്ലുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളമയം അതിന് വേണമായിരുന്നു. 1 വയസ്സ് വരെയുള്ള കുഞ്ഞിന് മധുരവും ഉപ്പും കൊടുക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ കുറച്ച് മധുരം ഇഡ്ഡലി ഇവർ കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പനങ്കൽക്കണ്ടം ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വൃത്തിയാക്കിയിട്ട്. അതാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഒരു 1.5 സ്പൂൺ പനങ്കൽക്കണ്ടം ഉരുക്കിയതാണ് ഞാൻ ഈ ഒരു കുറുക്കിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ചേർത്ത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ നല്ലത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ. കൊടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം, കുഞ്ഞിനെ വിൽക്കാതെയൊക്കെ സൂക്ഷിക്കണം നന്നായിട്ട്. പനങ്കൽക്കണ്ടം നേരിട്ട് ആഡ് ചെയ്യരുത്. ഇതുപോലെയൊന്ന് കഴുകി ഉരുക്കി അതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു പരുവത്തിന് കുറുക്കിയെടുക്കണം. കുറച്ച് ലൂസായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിന് കുറുക്കിയെടുത്തിട്ട് വേണം കൊടുക്കാൻ.